പ്രിയപ്പെട്ടവരെ, പാണക്കാട് സയ്യിദന്മാർക്ക് വലിയ മഹത്വമാണ്. അതായത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മുകൾ ഉണ്ടല്ലോ, അവർക്ക് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകം വിഭാഗക്കാരാണല്ലോ ഉലുൽ അസ്മുകൾ. സാധാരണ നബിമാരിൽ നിന്ന് അവർക്ക് വലിയ പ്രത്യേകതയുണ്ട്. എന്ന പോലെ സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ആളുകളാണ് ഈ പാണക്കാട് സയ്യിദന്മാർ എന്നാണ് ബഹാവുദ്ദീൻ നദ്വി സാഹിബ് പറയുന്നത്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. പാണക്കാട് സാദാത്തുമാർ പറഞ്ഞാൽ അവർക്ക് ചില സവിശേഷതകളുണ്ട്. അവർക്ക് നല്ല അമ്പിയ മുസ്ലിങ്ങളെ കൊണ്ട് എല്ലാ നബിയും ഒരേമാതിരിയല്ല, എല്ലാ റസൂലും ഒരേമാതിരിയല്ല. 313 മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഒരേ കാറ്റഗറി അല്ല. അതിൽ 25 ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 വേറെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ്. 5 ഒരേമാതിരിയല്ല, വ്യത്യാസമുണ്ട്. അല്ല, നദ്വി ഉസ്താദിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നബിമാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മുകൾക്ക് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. എന്ന പോലെ സയ്യിദന്മാരുടെ കൂട്ടത്തിൽ അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ ഈ പാണക്കാട് തങ്ങന്മാർക്ക് പ്രത്യേകമായ പദവിയും സ്ഥാനവും ഉണ്ടെന്നാണ് അങ്ങ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളാ പറഞ്ഞ ആ മഹത്വം ലഭിക്കാൻ അതിനോടൊപ്പം വല്ല നിബന്ധനകളും കൂടുതൽ ചേർക്കാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന വല്ല മാനദണ്ഡം ഉണ്ടോ എന്ന് അറിയാനാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബഹുമാനപ്പെട്ട മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹവും പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് തന്നെയാണ്. പക്ഷെ അയാളെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലരൊക്കെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ തോന്നുകയാണ്. ഏതായാലും ഈ ഒരു പ്രസംഗം ഇപ്പോൾ ഏറ്റവും ഉചിതമാകുന്നത്, നിങ്ങൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ ഇതൊക്കെ സംസാരിക്കുന്നത് എങ്കിൽ ആ പാർട്ടിയുടെ അണികൾക്കും അതിൻ്റെ അനുയായികൾക്കും മുമ്പിലാണ് നിങ്ങൾ ഈ ഒരു പ്രസംഗം നടത്തേണ്ടത്. കാരണം അത്രമാത്രം അവരെ മോശപ്പെടുത്തി സംസാരിച്ച വേറൊരു വിഭാഗം കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ എന്ത് വൃത്തികെട്ട ആരോപണമാണ് പത്രക്കാർക്ക് മുമ്പിൽ വെച്ച് ഒരു വ്യക്തി നടത്തിയത്. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പാർട്ടിയുടെ ആളായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദിനെ അറിയോ? അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചത്. അതായത് പാണക്കാട് കുടുംബമാകുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിനിധാനം ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ഉപാധിയും കൂടെ നിങ്ങൾ ഈ പറഞ്ഞ ബഹുമാനം ലഭിക്കാൻ ആവശ്യമാണോ? മാത്രവുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയൊക്കെ ബഹുമാനിക്കുകയും ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളെയും ആ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാക്താവ് അല്ല എന്ന അർത്ഥത്തിൽ ചില ആളുകളെങ്കിലും ബഹുമാനിക്കാതിരിക്കുക എന്ന് മാത്രമല്ല അവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു സംശയമാണ്. ഇനി ബഹുമാനപ്പെട്ട ഉസ്താദെ, നിങ്ങൾ തന്നെ തോളിൽ കൈവച്ച് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടല്ലോ, ആ ആളുകളൊക്കെ എന്താണ് പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറയുന്നത്? ഇനി അതിൻ്റെയും അപ്പുറം ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഏറ്റവും മോശമായി ഈ സയ്യിദന്മാരെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തുന്നത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ നോക്കൂ, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാകുന്ന വഹാബികൾ അവർ ഈ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഗൾഫ് നാടുകളിൽ അറബി ഭാഷയിൽ പ്രചരിപ്പിച്ച ഒരു ഡോക്യുമെന്ററി, അതായത് പാണക്കാട് തങ്ങന്മാർ വ്യഭിചാരത്തെക്കാൾ അല്ലെങ്കിൽ കള്ളുകുടിയേക്കാൾ ഏറ്റവും ഇസ്ലാം മോശമായി കാണുന്ന അത്രയും തരം താഴ്ന്ന വൃത്തികെട്ട വേറൊരു കാര്യം ഇസ്ലാം പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാകുന്ന ശിർക്ക് ചെയ്തവരും ഖുറാഫാത്ത് ചെയ്യുന്നവരുമാണ് പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുമ്പോൾ, കള്ളുകുടിയന്മാർ എന്നാണ് പറയുന്നതെങ്കിൽ ഇത്ര ഗൗരവമില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ പെണ്ണുപിടിയന്മാരാണെന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ ഇത്ര ഗൗരവം ഉണ്ടാവില്ല. പക്ഷേ ഇസ്ലാമിൽ അതിലേറെ ഗൗരവമുള്ള ആരോപണമാണ് അവരുടെ പേരിൽ ഗൾഫ് നാടുകളിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി ഇതേ പാർട്ടിയുടെ ആളുകൾ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തോളിൽ കൈയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ സൗഹൃദം കാണിക്കുന്ന സമയത്ത് ഉസ്താദെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഹുസൈൻ മടവൂര് അതുപോലെ തുടങ്ങിയിട്ടുള്ള കുറേ വഹാബികളുണ്ടല്ലോ, അവരോടൊക്കെ നിങ്ങൾ പറയണം, പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്നത് അമ്പിയാക്കളിൽ ഉലുൽ അസ്മിന് പ്രത്യേകതയുണ്ടല്ലോ, അതുപോലെ അഹ്ലു ബൈത്തിൽ വലിയ പ്രത്യേകതയുള്ള മഹാന്മാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ നിസാരപ്പെടുത്തുന്ന ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ആ പാർട്ടിയിലുള്ള ആളുകൾക്ക് പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം ഒന്ന് നിങ്ങൾ വിളിച്ചു പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കും അങ്ങനെ ഒരു പാർട്ടിയുടെ അംഗമായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ പാണക്കാട് തങ്ങന്മാർക്ക് മഹത്വം ഉണ്ടാവൂ എന്നാണ് താങ്കളുടെയും വിശ്വാസവും കാഴ്ചപ്പാടുമെങ്കിൽ അങ്ങയോട് നമ്മൾ സോറി പറയുകയല്ലാതെ മറ്റൊരു രക്ഷയുമില്ല.